ഹലോ, ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ ചായ കുടിക്കലാണ് കേട്ടോ. ഞാനും ലോലൂസും വൈകുന്നേരത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ലോലൂസിനാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ അരിമണിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചായയിലിട്ടിട്ട് കോരി കുടിക്കാൻ അവൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ അരിമണിയും തേങ്ങയും ഒക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അരിയൊക്കെ കഴുകി കൊണ്ടുവന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണേ. പണ്ടൊക്കെ ഞാനും അനിയനും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇതുപോലത്തെ ഐറ്റംസുകളൊക്കെ അമ്മ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അന്നത്തെ ആ ഒരു അരിമണിയും ചായയൊക്കെ കുടിക്കുന്നത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പിന്നെ അതുപോലെ ഓർമ്മയുള്ളൊരു സാധനമാണ് ഈ പുളിങ്കുരു കൊണ്ടുള്ള പായസം കേട്ടോ. പണ്ട് ഒരു 5 വയസ്സൊക്കെ ഉള്ളപ്പോഴായിരിക്കും ഞാനത് കഴിച്ചിട്ടുണ്ടാവുക. അത് ഞാൻ ആകെ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോഴും എനിക്കത് നല്ല ഓർമ്മയുണ്ട്, പുളിങ്കുരു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ പായസം. അതുപോലെ വേറൊരു ഓർമ്മയാണ് മത്തൻ പായസം. അതിപ്പോഴും ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതൊക്കെ എനിക്ക് പണ്ട് കഴിച്ചിട്ടുള്ള ഓർമ്മയാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. അതിൻ്റെയൊക്കെ ടേസ്റ്റ്, ആ പണ്ട് കഴിച്ചതിൻ്റെ ടേസ്റ്റാണ് ഇപ്പോഴും നാവിലുള്ളത്. അന്നത്തെ ആ ഒരു ടേസ്റ്റ് ഇപ്പം ഞാൻ ഉണ്ടാക്കുമ്പോഴൊന്നും ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് 4 മണിക്ക് നമ്മൾ അരിമണിയും ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഞാൻ ഒന്ന് തിരിഞ്ഞപ്പോഴേക്കും അതൊന്ന് ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരവാണ്. തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ എന്താ വില അല്ലേ. കുഞ്ഞി തേങ്ങയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് കുഞ്ഞി തേങ്ങ ഇപ്പോൾ കിട്ടാനുള്ളത് കൊണ്ട് കുഞ്ഞി തേങ്ങയാണ് ഉള്ളത്. അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ചിരവി മാറ്റി വെച്ചു. പിന്നെ പാല് വന്നിട്ടുണ്ടായിരുന്നു, അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇത് നമുക്ക് കാപ്പിയിൽ, നല്ല മധുരമുള്ള കാപ്പിയിൽ ഇട്ടിട്ട് ഇങ്ങനെ കോരി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റ് ഉണ്ടാവുക. പാലിലിട്ട് കുടിക്കുന്ന അത്ര വലിയ ടേസ്റ്റ് ഉണ്ട്, എന്നാലും അത്രയ്ക്കില്ല. പിന്നെ അത്ര മധുരവും ഇട്ടിട്ടില്ല കേട്ടോ. പാലിലൊന്നും അത്ര മധുരം ഇട്ട് ലോലൂസിന് ഞാനിപ്പോൾ അങ്ങനെ അത്ര വലിയ മധുരം കൊടുക്കാറില്ല. ഞാനും വലിയ മധുരം കഴിക്കാറില്ല, കാപ്പി അങ്ങനെ കുടിക്കാറില്ല ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ റെഡിയായി. ലോലൂസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവളാണ് ക്ലാസ്സും ഇതൊക്കെ എടുത്തിട്ട് വന്നത്. പിന്നെ കുറച്ച് അരിമണി ഇടുക, പിന്നെ കുറച്ച് തേങ്ങ ഇടുക, എന്നിട്ട് അത് കോരി കുടിക്കുക. അത്രയേ ഉള്ളൂ ഇതിൽ. പക്ഷേ ഒരു നമ്മൾ എന്നുണ്ടാക്കുന്ന ഇതിൽ നിന്നൊരു വെറൈറ്റി, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളിനി ചായയൊക്കെ കുടിച്ച് നമ്മൾ ഇന്നലെ നമുക്ക് അമ്പലത്തിലൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്ന് തൈപ്പൂയ മഹോത്സവം ഉണ്ട്. ഇന്നലെ പ്രതിഷ്ഠാ ദിനമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടുവന്ന് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും പോവണം എന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നും പോകുന്നുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. അങ്ങനെ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ് നേരെ അങ്ങനെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.